ഇന്ന് നമുക്ക് നാടൻ ചേമ്പ് കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിനാവശ്യമായ സാധനങ്ങൾ: ചേമ്പ്, ഇതൊരു 3 ചേമ്പാണ് ഞാൻ നന്നായി ചെത്തി കഴുകി വൃത്തിയാക്കി വെച്ചതാണ്, ചെറുതായി മുറിച്ചതാണ്. ഉപ്പ് വേണം, മഞ്ഞൾപ്പൊടി വേണം, ഇതൊരു 4 പച്ചമുളക് കീറി വെച്ചിരിക്കുന്നതാണ്, കടുക്, ഒരു കപ്പ് തേങ്ങ, വെള്ളം, പിന്നെ താളിക്കാൻ ആവശ്യത്തിന് ചെറിയുള്ളി, കറിവേപ്പില, വറ്റൽമുളക്, വെളിച്ചെണ്ണ. ഇനി നമുക്ക് ചേമ്പിലേക്ക് ഇത് വേകാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. വളരെ പെട്ടെന്ന് വേകുന്നതാണ് ചേമ്പ്. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. എരിവിനാവശ്യത്തിന് പച്ചമുളക്. ചേമ്പായത് കാരണം വേഗം എരിവ് പിടിക്കും. ഇനി നമുക്കിത് സ്റ്റൗ കത്തിച്ച് വേവാൻ വയ്ക്കാം. ഇതൊന്ന് മൂടി വെച്ച് വേവിക്കാം. ചേമ്പ് വേകുന്ന സമയം കൊണ്ട് നമുക്കിതിന് അരയ്ക്കാൻ ആവശ്യമായ അരപ്പ് തയ്യാറാക്കാം. അതിന് ഞാനിവിടെ 1 കപ്പ് തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. ഒരല്പം മഞ്ഞൾപ്പൊടി. നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ടാണ് ചേമ്പ് വേവിക്കാൻ വെച്ചത്, കുറച്ച് മതി. ഇനി ഇത് അരയ്ക്കാൻ ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നന്നായി അരച്ചുകൊണ്ട് വരാം. ഇതിനാവശ്യമായ അരപ്പ് ഞാൻ അരച്ച് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്, നന്നായിട്ട് അരച്ചിട്ടുണ്ട്. ഇനി വെന്ത് കഴിയുമ്പോൾ നമുക്ക് ചേർത്ത് കൊടുക്കും. വെന്തോ നോക്കാം. ഇത് തുറന്ന് നോക്കാം. ചേമ്പ് നന്നായി വെന്ത് ഒന്ന് ചെറുതായിട്ടൊന്ന് ഉടച്ചെടുക്കാം. അതിൻ്റെ എരിവ് എല്ലാ ഭാഗത്തൊന്ന് പിടിക്കാനായിട്ട് ചെറുതായിട്ടൊന്ന് ഉടച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് കൊണ്ടുവന്ന് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം. ചാറിനാവശ്യത്തിനുള്ള വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം. ചേമ്പായതുകൊണ്ട് ചാറ് ഇച്ചിരി നീട്ടി വെച്ചാലും കുഴപ്പമില്ല. ഇച്ചിരി കഴിയുമ്പോൾ അത് കുറുകി പോകുന്നതാണ്. ഒരല്പം വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കാം. തീ ചെറുതായിട്ടൊന്ന് കൂട്ടി വെച്ച് കൊടുത്ത് ഇതിലേക്ക് ഒരല്പം കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് ഉപ്പ് പാകമാണെന്ന് നോക്കാം. കറിക്ക് ചെറിയ പുളി വേണമെന്നുള്ളവർക്ക് ഈ സമയത്ത് അല്പം വാളംപുളി പിഴിഞ്ഞൊഴിച്ച് ചേർത്ത് കൊടുക്കാം. ഇതിന് തിളയ്ക്കേണ്ട ആവശ്യമില്ല, നന്നായിട്ടൊന്ന് ചൂടായാൽ മതി. ഒന്ന് ചൂടാകട്ടെ. കറി ചെറുതായിട്ടൊന്ന് തിള വരാൻ തുടങ്ങിയിട്ട് നമുക്കിനി ഇത് വാങ്ങി വയ്ക്കാം. കടുക് തളിക്കാൻ നമുക്കൊരു ചെറിയ പാത്രം അടുപ്പിൽ വയ്ക്കാം. ഇതൊന്ന് ചൂടായി കഴിയുമ്പോഴേക്കും ഇതിലേക്ക് അല്പം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ട് ഇതിലേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടിക്കഴിയുമ്പോഴേക്കും അതിലേക്ക് 2 വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം.
ചെറുതായിട്ട് അരിഞ്ഞ ചെറിയ ഉള്ളി, ഉള്ളി ഒന്ന് ചുവന്ന് വരുന്നോടം വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഉള്ളി ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് അല്പം കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം നന്നായിട്ട് ഇളക്കി ഇത് നമുക്കിനി കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നാടൻ ചേമ്പ് കറി തയ്യാറായി. ഇതിന് എരിവും ഉപ്പും എല്ലാം പാകത്തിനുണ്ട്. ഇത് ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല കറിയാണ്. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നത്.